ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസാന്തിമം അഥവാ ജമന്തി പ്ലാന്റ്സ് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ അതിൻ്റെ പോം വെറൈറ്റി അത്ര കോമൺ ആയിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ പ്ലാസ്റ്റിക് പൂവാണോ ഒറിജിനലാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അത്ര ഭംഗിയിലാണ് ഇതിൻ്റെ ആ അടുക്കുകൾ കാണപ്പെടുന്നത്. തിങ്ങി നിറഞ്ഞ ഇതളുകളോട് കൂടിയ ഈ പോം വെറൈറ്റിയുടെ 5 കളേഴ്സാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ്സുകളൊന്നും തന്നെ ചകിരിച്ചോറിലല്ല നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത്. മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിക്സിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തിയെടുത്തവയാണ്. ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ കട്ടിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാനും സാധിക്കും. ചെറിയ രീതിയിലൊന്ന് പരിചരണം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് ക്രിസാന്തിമം അഥവാ ജമന്തി പ്ലാന്റ്സ്. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ വേണം ഈ പ്ലാന്റ്സുകളെ വെക്കാനായിട്ട്. നന്നായി വെയിൽ അല്ലെങ്കിൽ വെളിച്ചം കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഡെയിലി വാട്ടറിങ് ആവശ്യമായൊരു പ്ലാന്റ് കൂടിയാണ് ക്രിസാന്തിമം പ്ലാന്റ്സ്. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും പ്രൂണിങ് ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രൂൺ ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്ലാന്റ്സുകൾ കരിഞ്ഞു പോകുന്നത്. ഫ്ലവർ ഉണങ്ങി തുടങ്ങുമ്പോൾ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കുറച്ചുകൂടെ ഒരു 4 ഇല അടിയിലേക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കറക്റ്റ് പ്രൂൺ ചെയ്ത് പ്ലാന്റിനെ നിർത്തുകയാണെങ്കിൽ നല്ല ബുഷിയായി നിന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ജമന്തി പൂക്കളുടെ ഒരു പ്രത്യേകത, ഒരു ഫ്ലവറിങ് ടൈം ആയി കഴിഞ്ഞാൽ ആ പൂക്കൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നില്ല. മാസങ്ങളോളം ആ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജമന്തി പൂക്കൾക്ക് പെട്ടെന്ന് വാട്ടം സംഭവിക്കാത്തതുകൊണ്ട് നമുക്കിവയെ കട്ട് ഫ്ലവറായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിലെ പൂക്കൾ മുഴുവനായിട്ടും വിരിഞ്ഞിട്ടില്ല. ഒരു ബഡ് സ്റ്റേജിലും വിരിഞ്ഞു തുടങ്ങുന്ന ഒരു പരുവത്തിലുമുള്ള പൂക്കളാണ് കൂടുതലുമുള്ളത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. ആ സമയത്ത് അതിൽ പിടിച്ചു നിൽക്കുന്ന മണ്ണുകൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത്. ആ മണ്ണോട് കൂടെ പ്ലാന്റ്സുകൾ പോട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു സൈസിലുള്ള സിംഗിൾ ഷൂട്ടായി വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. 5 പ്ലാന്റ്സുകൾക്കും കൂടിയിട്ട് 490 രൂപയാണ് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി വരുന്ന ചാർജ്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇവ ലിമിറ്റഡ് സ്റ്റോക്കായി മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.